ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആഷ്ന സെജു സ്പോട്ട്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളും സുഖമായിരിക്കുന്നു കരുതുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. 2018 19 സമയങ്ങളിലാണെന്ന് തോന്നുന്നു, കൊറോണ സമയത്ത് എനിക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓൺലൈനിൽ എപ്പോഴും ഇൻട്രാക്ട് ചെയ്യായിരുന്നു. ഡെയിലി ടീ ടോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് 1 അവറോളം ഞങ്ങൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ എന്താ ചെയ്യുന്നത്, അവരൊക്കെ പഠിച്ചു കഴിഞ്ഞോ, കരിയറിലൊക്കെ അഡ്വാൻസ് ആയിട്ടുണ്ടോ, സുഖം തന്നെയല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പം ആ ഗ്രൂപ്പിലുള്ള കുട്ടിയാണോ എന്നറിയില്ല, എനിക്ക് ആ ഗ്രൂപ്പിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരുടെയും നെയിമും എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ ഈ കുട്ടിയുടെ പുതിയ മെയിൽ ID ആയിരിക്കാം. അപ്പോൾ അതിലൊരു മെസ്സേജ് വന്നു, ഈ ഒരു സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ അൺസപ്പോർട്ടീവും ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ വളരുന്ന, കൾച്ചറലിയും അൺസപ്പോർട്ടീവ് ആയിട്ടൊരു ഫാമിലിയിൽ വളരുന്ന ഒരു കുട്ടിക്ക് എങ്ങനെ കരിയറിൽ അഡ്വാൻസ് ചെയ്ത് പോവാം, കരിയറിൽ ഈ കാര്യങ്ങളൊന്നും നമ്മുടെ കരിയറിനെ ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോവാം, അതുപോലെ തന്നെ ക്ലാസ്സിൽ ചെന്നാൽ അവിടെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഫ്രണ്ട്സാണുള്ളത്, ആ തരത്തിലുള്ള ഒരു സുപ്പീരിയോറിറ്റി അതുപോലെ തന്നെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എങ്ങനെ നേരിടാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് ആ കുട്ടി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടിക്കും അതുപോലെ തന്നെ അതേ സാഹചര്യത്തിലൂടെ പോകുന്ന എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഞാനങ്ങനെ ഭയങ്കര കൗൺസിലിംഗ് പഠിച്ച ആളോ അല്ലെങ്കിൽ സൈക്കോളജി പഠിച്ച ആളോ ഒന്നുമല്ല. പക്ഷേ ഞാൻ കടന്നു വന്ന പാതകളിൽ, അതായത് ഇത്രയും കാലത്തെ എഡ്യൂക്കേഷൻ കരിയറിൽ ഞാൻ നേരിട്ട പല പ്രതിസന്ധികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തതെന്നും ഞാൻ അങ്ങനെയൊക്കെയാണ് അത് മറികടന്നിട്ട് മുന്നോട്ട് വന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. ഇതൊരിക്കലും ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊരു മെൻ്റൽ സപ്പോർട്ടിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഒരിക്കലും ഇത് സൈക്കോളജി അല്ലെങ്കിൽ ഡീപ്പറായിട്ടുള്ള എന്തെങ്കിലും മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊന്നുമുള്ള വീഡിയോ അല്ല കേട്ടോ. അങ്ങനെയുള്ള ആളുകൾ ദയവ് ചെയ്ത് അതിൻ്റെ എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ സഹായം തേടേണ്ടതാണ്. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു കുട്ടിയായിട്ട് ജനിച്ച് വീഴുന്ന സാഹചര്യവും വളർന്നു വരുന്ന സാഹചര്യമൊന്നും നമുക്ക് ആദ്യമേ തീരുമാനിക്കാൻ പറ്റില്ല. എല്ലാവരും ഒരേ സാഹചര്യത്തിലേക്കല്ല ജനിച്ച് വീഴുന്നത്. പലരും സാധാരണ പേരൻസിന് അന്നന്നത്തെ ജീവിത ചെലവിന് തന്നെ കഷ്ടപ്പെടേണ്ടി വരുന്ന പേരൻസിന് ജനിച്ച് വീഴുന്ന കുഞ്ഞുങ്ങളുണ്ടാവും. അതേ സമയത്ത് തന്നെ നന്നായിട്ട് ഒരുപാട് കാശുള്ള വീട്ടിൽ ജനിച്ച് വീഴുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ഈ കുട്ടികളെല്ലാം കൂടെ വളർന്നിട്ട് ഒരുമിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പലതരത്തിലുള്ള പ്രൈവറ്റ് സ്കൂളുകളും എല്ലാം ഉണ്ടാവാം. എന്നാലും ഏതെങ്കിലും ഒരു ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു പാതയിൽ വെച്ച് ഇത്തരത്തിൽ 2 ലെവലിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരുമിച്ച് പഠിക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വരും. അപ്പോഴൊക്കെ ഒട്ടും സാമ്പത്തികപരമായിട്ടും കൾച്ചറലി, അതായത് സാംസ്കാരികപരമായിട്ടും ഒന്നും ഒരു സപ്പോർട്ടീവ് അല്ലാത്ത ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടിക്ക് ഉണ്ടാവുന്ന മെൻ്റൽ ട്രോമ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അത് കുറച്ചെങ്കിലും മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. എൻ്റെ പേരൻസ് ഒരു ഭയങ്കര കാശുകാരല്ലെങ്കിലും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ഞാനും ജനിച്ച് വളർന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കും മനസ്സിലാക്കാവുന്നതാണ്. അപ്പം അന്നത്തെ കാലത്തൊന്നും ഞങ്ങൾക്ക് പഠിക്കേണ്ട സമയത്ത് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച കോഴ്സിന് എനിക്ക് ചേരാൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും ഡോക്ടേഴ്സാണ്. ഓൾമോസ്റ്റ് എൻ്റെ ഫ്രണ്ട്സ് ഗ്യാങ്ങിലെ മിക്കവാറും ആളുകൾ ഡോക്ടേഴ്സാണ്. അപ്പം ആ ഒരു 10th കഴിഞ്ഞ് +2 നല്ല മാർക്ക് വാങ്ങി +2 കോച്ചിങ്ങിന് പോകാൻ അവരൊക്കെ തയ്യാറെടുക്കുന്ന സമയത്ത് ഞാനും ഭയങ്കര അധികം ചിന്തിച്ചിരുന്നു, ഞാൻ എന്ത് ചെയ്യണം, എനിക്കും നല്ല മാർക്ക് ഉണ്ടല്ലോ. അപ്പം നല്ല മാർക്കുള്ള സമയത്ത് അന്നത്തെ കാലത്ത് ഒരു 10 വർഷം 12 വർഷം 13 വർഷം പിറകിലേക്ക് നോക്കിയാൽ അന്നത്തെ കാലത്ത് എല്ലാവരും പോകുന്നത് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എൻജിനീയേഴ്സ് അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങിനായിരുന്നു. ആ സമയത്ത് എൻ്റെ വീട്ടിൽ സംസാരിച്ചപ്പം എനിക്കറിയാം എൻ്റെ പേരൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താ, അവരുടെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ എന്താണെന്നൊക്കെ എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ വെറും 10,000 രൂപ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അത് വലിയ കാശാണ്. ഒരു 15 വർഷം മുമ്പ്, 15 18 വർഷം മുമ്പ്
അപ്പോൾ ആ 10,000 രൂപ ഇല്ലാത്തത് കൊണ്ട് ഞാൻ PC തോമസിൻ്റെ അടുത്ത് കോച്ചിങ്ങിന് പോവാതെ നേരിട്ട് ഡിഗ്രിക്ക് പോയി. അപ്പോൾ ഡിഗ്രിക്ക് ചേർന്നത് കൊണ്ടും ഞാൻ പലയിടത്തും കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ മാർക്ക് കുറഞ്ഞത് കൊണ്ടായിരിക്കും, പറഞ്ഞത്ര മാർക്കൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും എൻട്രൻസ് കോച്ചിങ്ങിനൊന്നും പോവാത്തത്. ഞാൻ തിരഞ്ഞെടുത്ത കോളേജ് ഒരു സാധാരണ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു കോളേജായിരുന്നു. അങ്ങനെ സിറ്റി സ്ഥലത്തേക്കൊന്നും എന്നെ വിടാത്തത് കൊണ്ട് എന്നെ സാധാരണ നാട്ടിൻപുറത്തുള്ള ഒരു കോളേജിലാണ് പഠിപ്പിച്ചത്. അപ്പോൾ ആ കോളേജിൽ പഠിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അത് മാർക്കില്ലാത്തത് കൊണ്ടായിരിക്കും അവിടെ പറഞ്ഞു വിട്ടത്, അല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ നടത്തുന്ന കോളേജ് ആയതുകൊണ്ട് എനിക്ക് അവിടെ കോട്ട സീറ്റ് ഉള്ളത് കൊണ്ടായിരിക്കും അവിടെ പോയതെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആ ഒരു സമയത്ത് നമ്മളുടെ അഡോളസെൻ്റ് ഏജ് കൗമാരപ്രായത്തിൽ കേൾക്കേണ്ടതല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതും നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയ ഒരു കുട്ടിയായിരുന്നു. അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ സാഹചര്യങ്ങളോട് പടവെട്ടി തന്നെ മുന്നോട്ട് വന്ന് മാർക്ക് വാങ്ങിയ ഒരു കുട്ടിയായിരുന്നു ഞാൻ. എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ അവർ കഷ്ടപ്പെട്ട് അവരെ പേരൻസ് അവരെ എൻട്രൻസ് കോച്ചിങ്ങിന് പറഞ്ഞു വിട്ടത് കൊണ്ട് ഞാൻ ഡിഗ്രിക്ക് പോയത് കൊണ്ടും അതിൻ്റെ ഇടയ്ക്കുള്ള ഇങ്ങനെ നോക്കിക്കാണുന്ന ആളുകളുടെ സംസാരത്തിൽ നിന്ന് അന്ന് എനിക്ക് ഒരുപാട് വിഷമം തോന്നിയിരുന്നു. പിന്നെ കുറച്ചൊക്കെ ആദ്യം ഇനീഷ്യലി വിഷമം തോന്നിയ സമയത്ത് അങ്ങനത്തെ ഗ്യാതറിങ്സ് ഒക്കെ ഞാൻ ഒഴിവാക്കി. അതായത് കല്യാണ വീടുകളിൽ പോകുമ്പം അല്ലെങ്കിൽ കുറച്ച് വീട്ടിൻ്റെ അടുത്തൊക്കെയുള്ള ഫങ്ഷൻസൊക്കെ നടക്കുമ്പോഴാണ് മിക്കവാറും ആളുകൾക്ക് വേറെ തൊഴിലില്ലാത്തത് കൊണ്ട് നമ്മളെടുത്ത് വന്നിട്ട് വിശേഷങ്ങൾ ചോദിക്കാനുള്ള നാട്ടുകാരൻ നമ്മളോട് വന്നിട്ട് ഇങ്ങനത്തെ കുത്തി ചോദ്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സ് വിഷമിപ്പിക്കുന്നത്. അപ്പം ഞാൻ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ അങ്ങനത്തെ ഗ്യാതറിങ്സ് ഒക്കെ ഞാൻ ഒഴിവാക്കി. എന്നിലേക്കൊരു നെഗറ്റിവിറ്റി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കി വിട്ടു. രണ്ടാമതായിട്ട് എനിക്ക് ആ കുട്ടീൻ്റെ അടുത്ത് പറയാനുള്ളത്, നമ്മളുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി അൺസപ്പോർട്ടീവാണ്, ഫിനാൻഷ്യലി ചിലപ്പോൾ അൺസപ്പോർട്ടീവ് ആകുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം അവരുടെ ബുദ്ധിമുട്ട് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം ഒരു വീട് നടത്തി കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ഒരുപാടധികം പൈസ ചിലവുള്ള കാര്യമാണ്. അപ്പം അതിന് അവർക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് എന്നുള്ളത് അവരുടെ കൂടെ നിന്ന് അനലൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനിയിപ്പോൾ മെൻ്റലി സപ്പോർട്ടീവ് അല്ലാന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നത്, അവർ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് വാങ്ങാനോ നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകാൻ പോക്കറ്റ് മണി തരാനോ ഒന്നും ചിലപ്പോൾ പേരൻസിൻ്റെ അടുത്ത് പൈസ ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പം നിങ്ങളെ വഴക്ക് പറയുമായിരിക്കും മിക്കവാറും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് മെൻ്റലി അൺസപ്പോർട്ടീവ് ആണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. അതിൻ്റെ ബേസ് റൂട്ട് കോസ് എന്ന് പറയുന്നത് അവരിൽ കാശില്ലാത്തത് കൊണ്ട്, അവർക്ക് ഫിനാൻഷ്യലി സ്ട്രഗിൾ ആയതുകൊണ്ടായിരിക്കാം അവർ നിങ്ങളെ മെൻ്റലിയും സപ്പോർട്ടീവ് അല്ല എന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരച്ഛനും അമ്മയ്ക്കും സ്വന്തം ഒരു കുഞ്ഞിനോട് ഒരിക്കലും മെൻ്റലി അൺസപ്പോർട്ടീവായിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യാൻ പറ്റില്ല. മേ ബി അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളൊരു കുറച്ച് അറ്റ്ലീസ്റ്റ് ഒരു 17-18 ഇയേഴ്സൊക്കെ ആയ കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യക്തിത്വമുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട ബേസിക് പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെയാണ്. അപ്പം മെൻ്റലി സപ്പോർട്ടല്ല, നമ്മൾക്ക് ഒരിക്കലും ഫിനാൻഷ്യലി സപ്പോർട്ടല്ലാത്തൊരു ഫാമിലിയിൽ നിന്ന് പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ എല്ലാ റോളും നിങ്ങൾ തന്നെ ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പം മെൻ്റലി വെരി സ്ട്രോങ് ആവുക. നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ തന്നെ ഇറങ്ങി പുറപ്പെടുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് നല്ല ഡിസിഷൻസ് എടുത്തിട്ട് മുന്നോട്ട് പോവുക. ഒരിക്കലും ആ ഒരു സാഹചര്യത്തിൽ മെൻ്റലി അൺസപ്പോർട്ടീവ് ആയിട്ടുള്ള പേരൻസ് ആണെന്നൊക്കെ ഉള്ള സാഹചര്യത്തിൽ ചിലപ്പം പല ചതിക്കുഴികളും ഉണ്ടാവും. നിങ്ങളെ ഇഷ്ടപ്പെട്ട് വരുന്ന ആളുകളുണ്ടാവും, അവരുടെ സ്നേഹമൊക്കെ ഭയങ്കര പ്യുവറാണ്, ഇന്നസെൻ്റ് ആണ്, ഭയങ്കര സപ്പോർട്ടീവ് ആണെന്നൊക്കെ തോന്നും. അത് നിങ്ങളെ ചൂഷണം ചെയ്യാൻ വരുന്നതല്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതും അത്യാവശ്യമാണ് കേട്ടോ. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ഡീപ്പായിട്ട് ചിന്തിച്ചിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ്. അടുത്തതായിട്ട് പറയുന്നത് റിച്ച് ആയിട്ടുള്ള ക്ലാസ്മേറ്റ്സ് ഉണ്ടെന്ന്. ശരിയാണ്, റിച്ച് ആയിട്ടുള്ള ക്ലാസ്മേറ്റ്സ് ഒക്കെ ഉണ്ടാകും. കാരണം നമ്മൾ സമൂഹത്തിൻ്റെ പല തലത്തിൽ നിന്നും വരുന്ന കുട്ടികൾ ഗ്യാദർ ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കും കോളേജുകൾ. ഈവൻ ഡിഗ്രി കോളേജുകളിൽ പോലും പല സ്ഥലത്തു നിന്നും ഒരുപാട് നല്ല കാശുള്ള വീട്ടിൽ നിന്ന് കുട്ടികൾ കാറിലൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ബാഗൊക്കെ ഇട്ട് നല്ല ചെരുപ്പിട്ട് ഇങ്ങനെ തിളങ്ങുന്ന രൂപത്തിലൊക്കെ വരുന്നുണ്ടാവും. നിങ്ങൾ മേ ബി കോട്ടൺ കുർത്തിയൊക്കെ നരച്ചതിട്ടിട്ട് ബാഗൊക്കെ ഏതോ പഴഞ്ചൻ ബാഗൊക്കെ ഇട്ട് ഏതെങ്കിലും ലോക്കൽ ചെരുപ്പൊക്കെ ഇട്ടിട്ടായിരിക്കും പോകുന്നത്. അപ്പം നിങ്ങളെയും ആ കുട്ടിയെയും കാണുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഭയങ്കര വോൾട്ടുള്ള ഒരു ലൈറ്റ് കത്തുന്ന പോലെ ഇവിടെ നിങ്ങളൊരു ചെറിയൊരു മിന്നാമിനുങ്ങായിട്ട് തോന്നിയേക്കാം. പക്ഷേ ആ തോന്നലുകൾ ആദ്യമേ എടുത്ത് മാറ്റുക കേട്ടോ.
പഠനം എന്ന് പറയുന്നത്, പഠിക്കുക എന്ന് പറയുന്നത് അത് മിന്നലുള്ള ആളായാലും അല്ലാത്ത ആളായാലും നിങ്ങൾ നല്ല കോൺസെൻട്രേഷനോട് കൂടിയിട്ട് ഡെയിലി ബേസിസിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് പഠിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളുടെ തലമുറയും നിങ്ങളെയും തന്നെ മെൻ്റലിയും ഫിനാൻഷ്യലിയും സ്റ്റേബിൾ ആക്കണമെങ്കിൽ ആകെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. പഠിക്കേണ്ട സമയത്ത് എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണെങ്കിലും പഠിക്കാനിരിക്കുക തന്നെ വേണം. നന്നായിട്ട് പഠിക്കുകയും ചെയ്യുക. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ജോലിയൊക്കെ ആയിട്ട് ഒന്ന് സെറ്റിലാവണം, ഫിനാൻഷ്യലി സ്ട്രഗിൾ കുറയ്ക്കണം എന്നുള്ള ആളുകളാണെങ്കിൽ അതിനുള്ള ഈസി വേ ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള PSC എക്സാംസിൻ്റെ ഒക്കെ കോച്ചിങ്ങിന് പോവുക, നന്നായിട്ട് പഠിക്കുക, പെട്ടെന്ന് തന്നെ ജോലിയാക്കുക. അതല്ല നിങ്ങൾക്ക് മുന്നോട്ട് പഠിച്ച് പോകാനാണ് താല്പര്യം വെച്ചാൽ അതിനനുസരിച്ചുള്ള നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ബ്രില്യൻ്റ് ആയിട്ട് തന്നെയുള്ള പെർഫോമൻസ് നിങ്ങൾ കാഴ്ചവെച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ഫെലോഷിപ്പുകളും അല്ലാത്ത പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഗവൺമെൻറ് വൈസിലും അല്ലാതെയൊക്കെ അവൈലബിളുമാണ്. അപ്പം ഇത് ഭയങ്കര വൈഡായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്, വാസ്റ്റായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് തന്നെ ഞാൻ ഇട്ടത് ആ കുട്ടിക്ക് കുറച്ചൊരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ അടുത്ത് തന്നെ ചെയ്യാമെന്ന് കരുതുന്നു. ഞാൻ കുറച്ച് നല്ല തിരക്കിലാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം എനിക്ക് എൻ്റെ ഒരുപാട് സ്ട്രഗിൾസ്, ഞാൻ കടന്നു വന്ന ആ ഒരു പാത്തിലുള്ള സ്ട്രഗിൾസ്, അതെങ്ങനെ ഞാൻ ഓവർകം ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട്. ടൈം ലിമിറ്റ് കൊണ്ടാണ് ഇപ്പോൾ പറയാത്തത്. അപ്പോൾ അത് ഭയങ്കര പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ അത് പറയുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. എങ്കിലും ഞാൻ അപ്കമ്മിങ് വീഡിയോസിലൊക്കെ ഞാൻ അതിനെക്കുറിച്ച് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം എപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഒരു 10-15 വയസ്സായാൽ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് തീരുമാനിച്ച് തന്നെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോവുക, നന്നായിട്ട് പഠിക്കുക. ചുറ്റിലുള്ള എന്തും സപ്പോർട്ടീവ് അല്ല, അൺസപ്പോർട്ടീവ് ആണെന്ന് തോന്നിയാലും നിങ്ങൾ എന്ന വ്യക്തിയിൽ ഉറച്ച് വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുന്നുള്ളത് തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഒരിക്കലും നമ്മളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്താൻ പോവാതിരിക്കുക. കാരണം പലരും പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. അപ്പം നമ്മൾക്ക് ഒന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് അവർ നമ്മളെ വന്നിട്ട് സഹായിക്കാനൊന്നും പോകുന്നില്ല. അപ്പം നമ്മൾ ആസ് എ പേഴ്സൺ നമ്മൾ ഭയങ്കര സെൽഫ് റെസ്പെക്റ്റോട് കൂടിയിട്ട് തന്നെ മുന്നോട്ട് പോവുക കേട്ടോ. അപ്പം ഇത് കേട്ട എല്ലാ മക്കൾക്കും എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു സപ്പോർട്ട് എന്നാൽ കഴിയുന്ന വിധം നൽകാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. മറ്റുള്ള വീഡിയോസായിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. ഓക്കെ, ബൈ, ടാറ്റ, ടേക്ക് കെയർ.